ഹായ് കൂട്ടുകാരെ, ഉണ്ടോ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഇതേപോലെ ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഇത്. പഞ്ചസാര കൂട്ടിയതാ, പഞ്ചസാര വിളയിച്ചിട്ട് അതിൽ ഇട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് മധുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട. ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കാം. മധുരം ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ പേര് ഷുഗറുള്ളവർക്ക് കഴിക്കുന്നത് കുഴപ്പമില്ല. സൂപ്പറാണ്. ചായപലഹാരം ആയിട്ട് കുട്ടികൾക്ക് വൈകിട്ടൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റ് ഒരു പലഹാരമാണ്. ഇപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചോളൂ, നമുക്ക് കാണാം. 1 കിലോ മൈദ, ഉപ്പും വെള്ളവും എള്ളും കുറച്ച് ഓയിലും ചേർത്തിട്ട് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് പരത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഒരു ചെറിയ ഉരുളകളാക്കി പരത്തി ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതൊരു കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കുക കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ, കൊച്ചുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. ഇത് മൈദ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൈദ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കലില്ല മൈദന. എന്നാലും ഇത് ഉണ്ടാക്കുമ്പോൾ മൈദയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ചെറിയ ഡയമണ്ട് വട്ടങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് നമുക്കത് എണ്ണയിലിട്ട് പുറത്ത് കോരിയെടുക്കാം. ഇങ്ങനെ പരത്തി കനം കുറച്ച് പരത്തി എടുക്കണം കേട്ടോ. കനം കുറച്ച് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇതിനെ വെട്ടിയെടുക്കുക. പണ്ടത്തെ ഒരു പലഹാരമാണ് ഇത്. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കും, ടിന്നുകളിലാക്കി വെക്കാറുണ്ട്. ഇതിപ്പോൾ ഉപ്പിട്ടിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇനി ഇത് വറുത്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര പാവ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് വിളയിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ആവും. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. ചട്ടി വെച്ചു, ഓയിൽ ഒഴിക്കുന്നു. ഈ പലഹാരത്തെ ഡയമണ്ട് പലഹാരം എന്നാണ് പറയുന്നത്. ഡയമണ്ടിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നതിൻ്റെ പേരിൽ ഡയമണ്ട് പലഹാരം എന്നാണ് പറയുന്നത്. ഇത് സ്വീറ്റാണ്. പഞ്ചസാരപ്പാനിയിൽ ഇട്ട് ഇളക്കിയെടുത്തതിൻ്റെ പേരിലാണ് ഇത് മധുരം. ഇത് മധുരം രണ്ടും ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്.